ഒരു DC ഫാൻ ഇന്നലെ ഓൺലൈനിൽ കിട്ടിയതാണ്. അതിൻ്റെ സ്പീഡാണ് ആ കേൾക്കുന്നത്, ആ കാണുന്നത്. എന്താ ഒരു സ്പീഡ്! അതിനൊരു കുഴപ്പമേ ഉള്ളൂ, സ്പീഡ് കുറയ്ക്കാൻ ഒന്നുമില്ല, ഒരേ സ്പീഡിൽ ഇങ്ങനെ കറങ്ങും. അതുപോലെ തന്നെ നിലത്ത് വെച്ചാൽ അത് അവിടെ ഇരിക്കുകയാണ്, തുള്ളിക്കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും, കണ്ടോ, തിരിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അത് നിലത്ത് ഉറയ്ക്കാനുള്ള സൂത്രം ഇല്ല. അതിനൊരു നിലത്ത് റബ്ബറിൻ്റെ ഒരു സാധനം പോലെ ഒക്കെ സാധാരണ വാതിൽ നിലത്തിരിക്കാനും മേശയിലിരിക്കാനൊക്കെ അത് മേശയിൽ വെച്ചാലും ഇരിക്കുകയില്ല, നിലത്ത് വെച്ചാലും ഇരിക്കുകയില്ല, ആടി അടിക്കണം. ഇതിനെന്താ വഴിയുള്ളതെന്ന് എനിക്കിട്ട് അറിയത്തുമില്ല. ഇതാ നമ്മൾ കാറ്റ് കൊള്ളാതെ അതേ പിടിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അതാണ് നമ്മൾ മേടിച്ച ഫാൻ. എന്തായാലും നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ ഫാനും കറക്കാം, TV കാണാം. ഇനിയിപ്പോൾ മഴക്കാറ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് രണ്ടുമൂന്ന് ലൈറ്റ് എന്തായാലും തെളിക്കാം, അത് ഉറപ്പാണ്. ലൈറ്റ് തെളിയുന്നുള്ളത് അതിപ്പോൾ നമ്മൾ ഈ സാധാരണ LED ബൾബ് തെളിയും കേട്ടോ. AC വർക്ക് ചെയ്യുന്ന ബൾബും ഈ DC തെളിയും. പക്ഷെ അതിന് AC കൺവെർട്ടർ ഉണ്ട്, അതിനകത്ത് ആ ഫ്ലഗിൽ കൊടുക്കണമെന്ന് മാത്രം, അല്ലാതെ തെളിയല്ല. DC തെളിയുന്നത്, കൺവെർട്ടർ ഉണ്ട് അതിന്, അതിലേക്ക് വെക്കണം. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ അങ്ങനെയും തെളിക്കാം. ഇനി അതല്ല DC തെളിക്കണമെങ്കിൽ DC തെളിക്കാം. പക്ഷേ ഈ ഫാനൊന്നും അടിക്കാൻ വേണ്ട. ഈ ഫാൻ DC മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ആ DC വിട്ട് കഴിഞ്ഞാൽ അതടിച്ചു പോകും. അതാണ് അതിൻ്റെ ഒരു സൂത്രം. അതായാലും കൊള്ളാം. ഇപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിന് നിലത്തിരിക്കാൻ നേരമില്ല. പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരിത് വാങ്ങി വെക്കുന്നത് ഇച്ചിരി വെയിലുള്ളപ്പോൾ ശേഖരിക്കാൻ പറ്റിയ നല്ല ബാറ്ററി മേടിച്ച് വെക്കണം, അല്ലെങ്കിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മഴ തന്നെയാണെങ്കിൽ ചിലപ്പോൾ TV ഒക്കെ അതിനകത്ത് വർക്ക് ചെയ്തില്ലെന്ന് വരും. അല്ലെ അത്രയ്ക്ക് പവറുള്ള ബാറ്ററി മേടിച്ച് സ്റ്റോർ ചെയ്യാൻ കഴിയണം. ഒറ്റയടിക്ക് ഇച്ചിരി പൈസ ചെലവ്. ഇതിൻ്റെ വയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. അതൊക്കെ ഇതിപ്പോൾ എനിക്ക് ഈ പഴയ വയറുകളൊക്കെ കൂടെ കൂട്ടിക്കെട്ടി ചെയ്ത് വെച്ചിരിക്കുന്നതായത് കൊണ്ടാണ് വലിയ പൈസയാകാത്തത്. പഴയ അതുപോലെ തന്നെ ബാറ്ററി പുതിയതില്ല. ബാറ്ററിക്കും വയറിനും നല്ല പൈസയാണ്. പാനലിൽ പറയുന്ന പൈസയൊന്നുമില്ല. ഇതിപ്പോൾ 2078 രൂപയാണ് ഇതിൻ്റെ പാനൽ, 55-ൻ്റെ. അതിപ്പോൾ അതിൻ്റെ പൈസ അത് ഒരു 1000-1500 രൂപ കൊടുത്താൽ 110-ൻ്റെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു 110 ധാരാളം മതി. ഇത് കൂട്ട് 55-ൻ്റെ ഒരെണ്ണങ്ങൾ മേടിച്ച് വെച്ചാൽ മതി. ഒരു ബാറ്ററിയും മേടിക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു വയറിംഗ് മാനെ വിളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് DC വയറിൻ്റെ ഇടയ്ക്കോടെ കൊണ്ടുപോകാമോ നോക്കണം. അല്ല AC വയറിൻ്റെ ഇടയ്ക്കോടെ DC വയറിനെ കൂടെ കൊണ്ടുപോകാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഒന്ന് വലിക്കണമെന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ സ്വിച്ച് ബോർഡ് എന്നാൽ പിന്നെ ഒരു സ്ഥിരം സംവിധാനമാവും. ഇതിപ്പോൾ ഞാൻ ഈ കുഴാത്തൊക്കെ ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുവാണ്. ഇതിപ്പോൾ ഇതൊരു കൊച്ചു പറഞ്ഞാൽ ഒരു വൃത്തികേടായി കിടക്കുകയാണ്, കണ്ടില്ലേ. അതാ ഒന്നാമത്തെ കാര്യം, ഈ ഭിത്തിയൊക്കെ തുളയ്ക്കണം. ആ ഭിത്തി തുളയ്ക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യം. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിൽ ഭിത്തി തുളയ്ക്കണം. അതല്ലെങ്കിൽ പിന്നെ ആ വയറിങ്ങകത്ത് പഴയ വയർ, പഴയതല്ല, AC വയറിങ്ങിൻ്റെ അകത്തോടെ കൊണ്ടുപോകണം. പക്ഷേ ഇത് AC ആയിട്ടൊരു ടച്ചും പാടില്ലെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒക്കെ ചെയ്താലേ അറിയത്തുള്ളൂ. AC ആയിട്ട് ചെയ്താൽ അത് കുഴപ്പമുണ്ടാവുമായിരിക്കും. എന്തോ എനിക്കിഷ്ടപ്പെട്ടു സംഭവമൊക്കെ. പക്ഷേ ഇപ്പം വെയിൽ വല്ലപ്പോഴുമൊക്കെ തെളിയണം. ഇതിപ്പോൾ ഇങ്ങനെ മൂടിക്കെട്ടി കിടന്നിട്ടൊരു കാര്യമില്ല. ഇതിപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്നു. അതൊന്നും മാറിയാലല്ലേ കാര്യമുള്ളൂ. എന്ത് ചെയ്തിട്ടും നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം നല്ല നിലാവുള്ള രാത്രിയിലും ഇത് ചാർജായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനുള്ള പവർ ആ പാനലിലുണ്ടെന്ന് തോന്നുന്നു. നല്ല നിലാവുള്ള രാത്രിയിൽ ഞാൻ നോക്കുമ്പോൾ ഇത് ചാർജാകുന്നുണ്ട്. 12, 12, 3 എന്നൊക്കെയുള്ള വോൾട്ടിൽ ചാർജ് ആകുന്നുണ്ടെന്നുള്ളതാണ് കണ്ടത്. പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോഴും തീരെ തീർന്നതാണ്. അപ്പോൾ അതിനകത്തേക്കുണ്ട് 2 കട്ടയൊക്കെ കാണുന്നുണ്ട്. എത്ര ശതമാനം എന്ന് കണ്ടാൽ
കാണാൻ പറ്റിയാൽ അത് കാണണമെങ്കിൽ ഇനിയിപ്പോൾ ഞാനതൊക്കെ അഴിച്ചിട്ട് ബാറ്ററി മാത്രം ചെക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതേ കാണിക്കുകയുള്ളൂ. ഇതിനകത്ത് നിലവിലുള്ളതാണെങ്കിൽ മറ്റുള്ള പാനലിൻ്റെയും മറ്റുള്ള കണക്ഷനൊക്കെ അഴിച്ചിട്ട് ബാറ്ററി ചെക്ക് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അറിയുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആ വില കൂടിയ ചാർജർ കൺട്രോളർ മേടിക്കേണ്ടി വരും. അതിൻ്റെ ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ടെന്നൊക്കെ അറിയിക്കുന്നത്. അതിനൊക്കെ ഭയങ്കര പൈസയാവും. ഇതിപ്പോൾ സാധാരണ ഒരു 300-350 രൂപയുടെ ചാർജ് കൺട്രോളറും പിന്നെ ഒരു 10-400 രൂപയുടെ ഒരു കൺവെർട്ടറും മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഇതൊന്നും ഇല്ലായാലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു. ചെറിയ ആവശ്യമല്ലേ അതൊക്കെ നടക്കും. ഈ ചെറിയ വീടിനൊക്കെ നടക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ഫാൻ ഇത് കറങ്ങണമെങ്കിൽ നല്ല വോൾട്ട് വേണമെന്നാണ് തോന്നുമായിരിക്കും. ഇടയിൽ ഒരു ശബ്ദമോ കറക്കമോ കണ്ടിട്ട് ബാറ്ററിയെ പെട്ടെന്ന് നമുക്ക് കാലിയാക്കുന്നു. അത്ര പവറുണ്ട് എന്നാലും ആ ബാറ്ററിയുടെ ആ ഫാനിന് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. 1300 രൂപയുടെ താഴെ വിലയായാലും. അപ്പോൾ LED ഈ എന്നാ DLCBയോ ഇങ്ങനെ ഇപ്പോഴത്തെ 40 വോൾട്ടിൻ്റെയൊക്കെ ആ ഫാൻ കിട്ടണമെങ്കിൽ 10,000-1500 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് മുഴുവനും ശ്രദ്ധിച്ചില്ലെങ്കിൽ കിടക്കിടന്നൊക്കെ പോകും. അത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചെയ്യുന്നവർ അവരവരുടെ ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. അല്ല അത് അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്നവരാണ്.